Hi everyone, it's me Rahul. Welcome to my Dynamics YouTube channel. So നമുക്ക് നാളത്തെ മാർക്കറ്റ് അനാലിസിസിലോട്ട് പോകാം. അതിനു മുന്നേ നമുക്ക് ഇന്ന് എന്താണ് മാർക്കറ്റിൽ സംഭവിച്ചതെന്ന് നോക്കിയിട്ട് നമുക്ക് നാളത്തെ ലെവൽസ് നമുക്ക് ഒരുമിച്ചിരുന്ന് വരയ്ക്കാം. ഓക്കെ, പെട്ടെന്ന് തന്നെ സമയം കളയാതെ. സോ നമ്മൾ ഇന്നലെ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത് ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവും എന്നാണ് അല്ലേ. ഈ ഒരു ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈയിൽ നിന്ന് റിവേഴ്സ് ആവും എന്നാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെച്ചിരുന്നത്. ബട്ട് മാർക്കറ്റ് ഈ ഒരു ഹൈ വരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഹൈയിൽ നിന്നായിരുന്നു ആ റിവേഴ്സൽ വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ ഹൈയിൽ നിന്നായിരുന്നു റിവേഴ്സൽ വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് മാർക്കറ്റ് ഡേ ലോ വരെ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് ഡേ ലോ വരെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഫൈൻ. ഇന്നലത്തെ കാര്യം കഴിഞ്ഞു. നമുക്ക് നാളെ എങ്ങനെ എന്ത് മാർക്കറ്റിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മാർക്കറ്റിൻ്റെ ഹയർ ടൈം ഫ്രെയിംസിൽ നിന്ന് പെട്ടെന്ന് ഞാൻ വരച്ച് വരാം. ഞാൻ ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ നിന്ന് വരയ്ക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ലൈൻസ് എല്ലാം ഓൾറെഡി ജസ്റ്റ് ഇപ്പോൾ കളഞ്ഞിട്ടേ ഉള്ളൂ. കുറച്ച് മുന്നേ ഉണ്ടോ, ജസ്റ്റ് ഇപ്പോൾ കളഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സോ നമുക്ക് അത് ഒരുമിച്ചിരുന്ന് വരയ്ക്കാം. ഓക്കെ, ചെയ്യാം. ഓക്കെ, സോ ഇത് ഞാനെല്ലാം കളയാണ്. നമുക്ക് ഒരുമിച്ചിരുന്ന് വരയ്ക്കാം. ഓക്കെ, സോ നമുക്ക് നേരെ ജസ്റ്റ് വീക്കിലി നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ വീക്കിലി അനാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വീക്കിലി അനാലിസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്കിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലേ. ഈ ഒരു വീക്കിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ നമുക്ക് ആ വീക്കിലി ഹൈ ആൻഡ് വീക്കിലി ലോ നമുക്കത് മാർക്ക് ചെയ്തിട്ടേക്കാം. ലാസ്റ്റ് വീക്കിൻ്റെ ഉള്ളിലാണ് സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് നമ്മുടെ വീക്കിലി ഹൈയും വീക്കിലി ലോയും ഞാൻ മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ആൻഡ് പെട്ടെന്ന് തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഡേ ഫ്രെയിമിലോട്ട് വരാം. ഡേ ഫ്രെയിമിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നോക്കിയാൽ അറിയാം ഈ ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആൻഡ് നമ്മൾ നോക്കിയാൽ അറിയാം ഇവിടെ ഒരു വലിയൊരു ക്യാൻഡിൽ ഉണ്ട്. ദിസ് എ മദർ ക്യാൻഡിൽ, അതായത് ദിസ് എ മദർ ക്യാൻഡിൽ. സോ മദർ ക്യാൻഡിൽ ഹൈ മാർക്ക് ചെയ്തിട്ടേക്കാം. കാരണം അത് ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. കാരണം ഈ ഒരു ക്യാൻഡിലിൻ്റെ ഉള്ളിലാണ് 1 2 3 4 5 ഈ ഒരു 5 ദിവസം നിന്നിട്ടുള്ളത്. സോ മദർ ക്യാൻഡിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടു. ആൻഡ് നമ്മുടെ ഇന്നലത്തെ ഡേ ഹൈ ഞാൻ മാർക്ക് ചെയ്തിട്ടു. കുറച്ച് മുന്നിന്ന് വരയ്ക്കുന്നുണ്ട്, ജസ്റ്റ് ഇവിടുന്ന് വരയ്ക്കുന്നുണ്ട്. ഇതിനെ ഡേ ഹൈ ഞാൻ മാർക്ക് ചെയ്തിട്ടു. ആൻഡ് ഡേ ലോയും ഞാൻ മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഡേ ലോയും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഡേ ഹൈ ആൻഡ് ഡേ ലോ നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ എത്ര ലെവലുണ്ട്? വീക്കിലി ഹൈ, വീക്കിലി ലോ, ഡേ ഹൈ, ഡേ ലോ ആൻഡ് മേജർ ആയിട്ടുള്ള ഈ ഒരു വലിയ ക്യാൻഡിലിൻ്റെ ഉള്ളിലായതുകൊണ്ട് ആ ക്യാൻഡിലിൻ്റെ ഹൈസ് ആൻഡ് ലോസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നേരെ 4 ഹവറിലോട്ട് വരാം. ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്രെയിമായ 4 ഹവർ. സോ നിങ്ങൾ 4 ഹവറിൽ സ്റ്റാർട്ട് ചെയ്താലും മതി. ഓക്കെ, ഞാൻ എൻ്റെ എൻ്റെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വീക്കിലി എന്നാണ് എപ്പോഴും പറയാറ്. അതുകൊണ്ടാണ് നമ്മൾ അവിടുന്ന് വരുന്നത്. ഓക്കെ, സോ നമ്മൾ 4 ഹവറിൽ വരുമ്പോൾ നമുക്കറിയാം അപ്പോഴും ഈ ഒരു ഹാൻഡിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഈ ഒരു ഹൈയിൽ നിന്ന് എപ്പോഴും ഹെവി സെല്ലിങ് വരുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും ബൈങ് വരുന്നുണ്ട്. അപ്പം ആൻഡ് ഇവിടുന്ന് നമുക്ക് ഒരു ട്രെൻഡ് ലൈനും വരുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഐ തിങ്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടെ വരച്ചിട്ടേക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഞാനിത് നമ്മുടെ ഇതെടുത്ത് വരയ്ക്കുന്നുണ്ട്, നമ്മുടെ ചാനലെടുത്ത് വരയ്ക്കാം. ഓക്കെ, സോ അപ്പം ഇതിങ്ങനെ കിട്ടിക്കോളൂ. ഓക്കെ, ഇവിടുന്ന് ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും നമുക്ക് വരുന്നുണ്ട്. മാർക്കറ്റ് നിൽക്കുന്നത് ഇങ്ങനെയാണ്. ആൻഡ് ഇവിടുന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ടും മാർക്കറ്റിൻ്റെ മുകളിലോട്ട് പോകുന്നുണ്ട്. സോ മാർക്കറ്റ് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ്, നമുക്ക് മനസ്സിലായി അല്ലേ. 4 ഹവറിൽ മാർക്കറ്റ് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് ബേസിക് പ്രൈസ് ആക്ഷൻ മനസ്സിലായിട്ടുണ്ട്. ആൻഡ് ഇത് നമ്മുടെ ഹെവി മേജർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഏരിയ. സോ ഈ ഏരിയയിൽ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബോക്സും കൂടെ വരച്ച് വെച്ചേക്കാം. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് ബോക്സും കൂടെ നമുക്ക് ഇവിടെ വരച്ച് വെച്ചേക്കാം. ഇന്നും ഇവിടെ തന്നെയാണ് മേജറായിട്ടുള്ള ആ സോണിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സോൺ ഞാൻ എടുത്ത് ജസ്റ്റ് വരച്ചെന്നേ ഉള്ളൂ. ഓക്കെ, ആൻഡ് നേരെ 1 ഹവറിന് താഴെ നമ്മളിങ്ങോട്ട് വന്നു, 1 ഡേയിലോട്ട് വന്നു. ഓക്കെ, 1 ഡേയിലോട്ട് വരുമ്പോൾ അറിയാം ഇത് നമ്മുടെ എന്താണ് മേജർ സപ്പോർട്ടാണ്. അപ്പോൾ ഇത് മേജർ ഹൈസ് ആൻഡ് ഇത് മേജർ ലോസ്, അല്ലെങ്കിൽ സ്ട്രോങ് ഹൈസ് ആൻഡ് സ്ട്രോങ് ലോസ്. ഓക്കെ, സോ ഇതിപ്പോൾ ജസ്റ്റ് എൻ്റെ ക്ലാസ്സിലെൻ്റെ സ്റ്റുഡൻറ്റ് ജസ്റ്റ് ഞങ്ങൾ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം വരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ക്ലിയർ ആയിട്ട്. സോ സെയിം സാധനമാണ് വരയ്ക്കുന്നത്. ഓക്കെ, സോ ഞാൻ മേജർ ഹൈസ് ആൻഡ് മേജർ ലോസ് ഞാനിവിടെ വരച്ചു. മേജർ ഹൈസ് ആൻഡ് മേജർ ലോസ്. സോ മേജർ ലോയിന് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്? ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. എന്താണ് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പോൾ മാർക്കറ്റ് നമുക്ക് മനസ്സിലായി. മാർക്കറ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടി. മാർക്കറ്റ് ഈ റേഞ്ചിനുള്ളിലാണ് നിൽക്കുന്നത്. ഇന്നും ഈ ഒരു ഹൈ വരെ പോയി താഴോട്ട് വീണു, ഈ ലോ വരെ വന്നു, ഒന്ന് ബൗൺസ് ചെയ്തു. ഓക്കെ, സോ അപ്പം ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു മേജർ സപ്പോർട്ടായിട്ട് ഏതാ വരുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോ നമുക്ക് മേജർ സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഇതൊരു 23,929. ഇതൊരു
സപ്പോർട്ടായിട്ട് ഇവിടെ വെക്കുന്നുണ്ട് ഞാൻ. ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ എവിടെയാണുള്ളത് 23,806. സോ 806 കുറച്ച് ഞാൻ മുകളിലോട്ട് കയറ്റി വെക്കുന്നുണ്ട്. ഒരു 830 അവർ നോയ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അപ്പം ഞാൻ ഇത് ഇത്രയും വരച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ ഞാൻ 30 മിനിറ്റിലോട്ട് വരുന്നുണ്ട്. 30 മിനിറ്റിൽ നമുക്ക് നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. 30 മിനിറ്റിലും നമുക്ക് ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ടുള്ളത്. സോ ഈ ട്രെൻഡ് ലൈന് ഞാൻ ജസ്റ്റ് ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് ടച്ചസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഈ ട്രെൻഡ് ലൈന് ഞാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് ഇന്നും കണ്ടോ ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടുന്ന് വരുന്ന ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് എടുത്താണ് മാർക്കറ്റ് ഇന്നും വീണിട്ടുള്ളത്. ഇത് ബ്രേക്ക് ചെയ്യാൻ മാർക്കറ്റ് പറ്റിയിട്ടില്ല. സോ ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസും ഈ ഒരു മേജർ റെസിസ്റ്റൻസ് മാർക്കറ്റിന് ബ്രേക്ക് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ മാർക്കറ്റ് അവിടെ ടൈറ്റ് കൺസോൾട്ടേഷനാണ്. സോ മാർക്കറ്റ് ഒരു ടൈറ്റ് റേഞ്ചിലാണ് നിൽക്കുന്നത്. അപ്പം ഈ ഒരു വലിയ ഹൈസ് ആൻഡ് ലോസിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. സോ അതിന് താഴെ നമ്മുടെ 50 മിനിറ്റ്സ് ഫ്രെയിമിലോട്ട് വരാം. 50 മിനിറ്റ്സ് ഫ്രെയിമിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റ് ഇന്ന് രാവിലെ നല്ല ബുള്ളിഷായിട്ട് മൂവ് ചെയ്തു. സോ ഇവിടെ എത്തിയപ്പം ഈ ഒരു കൺസോൾട്ടേറ്റ് ചെയ്തു. സിമ്പിൾ പ്രൈസ് ആക്ഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൻ്റെ ഒരു എം പാറ്റേൺ അല്ലെങ്കിൽ ഒരു എം പാറ്റേൺ കാണുമ്പോൾ നമുക്ക് ഇവിടുന്ന് സെല്ല് ചെയ്യാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിനകത്ത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 50 മിനിറ്റ്സിൽ എം പാറ്റേൺ ഉണ്ട്. 5 മിനിറ്റ്സിൽ നമുക്ക് ഇത് ഫുള്ളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ ടോപ്പ് അല്ലെങ്കിൽ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ ഒക്കെ വരുന്നുണ്ട് അല്ലേ. ഒരു ഹെഡ് ഷോൾഡർ കേട്ടോ, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണും ഒക്കെ ഇവിടെ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എം എന്ന് പറയാം, ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയാം, വാട്ടെവർ. അത് നിങ്ങൾ മാർക്കറ്റിനെ നോക്കി കാണുന്ന പോലെ ഇരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ അപ്പം ഇത് നമ്മുടെ ഒരു മേജറായിട്ടുള്ളൊരു സപ്പോർട്ടാണ്. ഓക്കെ, സോ നാളത്തെ ട്രേഡിംഗ് പ്ലാൻ ഇത് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. 1 സെക്കൻഡ്. സോ നമുക്കിവിടെ ഒരു ലൈനും വരയ്ക്കാം. ഓക്കെ, സോ നമുക്ക് ഇന്ന് ഇവിടുന്നാണ് ഈ സെല്ലിങ് വന്നിട്ടുള്ളത് അല്ലേ. ഇവിടുന്നാണ് സെല്ലിങ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങാണ് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങാണ് ചെയ്യുന്നെങ്കിൽ വീണ്ടും നിങ്ങൾ സെൽ ഓൺ ദ റൈസ് തന്നെ നോക്കാം. ഓക്കെ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു സോണിൽ നിന്ന് ഇവിടെ നിന്ന് കിട്ടിയാലും സെൽ ഓൺ ദ റൈസ്. ഫ്ലാറ്റ് ഓപ്പണിങ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നെങ്കിൽ ഈ ട്രെൻഡ് ലൈനും ഈ 24,200 മുകളിൽ മാർക്കറ്റ് നിൽക്കുന്നവരെ അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ് നിൽക്കുന്നവരെ നമുക്ക് സെൽ ഓൺ ദ റൈസ് നോക്കിയാൽ മതി. മാർക്കറ്റിൽ സെൽ ഓൺ ദ റൈസ് നോക്കിയാൽ മതി. ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ആവുകയാണെങ്കിലും നമുക്ക് സെൽ ഓൺ ദ റൈസ് നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, 5 മിനിറ്റ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫെയർ വാല്യൂ ഗ്യാപ്സ് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ഫെയർ വാല്യൂ ഗ്യാപ്പുകളുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ FEGs ആണ്. ഓക്കെ, ഇതിന് ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ആണോ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇതെല്ലാം നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പുകളാണ്. മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ ഇതൊക്കെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 50 മിനിറ്റ്സിലാണെങ്കിലും 5 മിനിറ്റ്സിലാണെങ്കിലും ഇതെടുത്ത് വരച്ചിടുക, അല്ലെങ്കിൽ 50 മിനിറ്റ്സിൽ ഇങ്ങനെ എടുത്ത് വരച്ചിടുക. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങനെ നോക്കിയാലും മതി. നമ്മുടെ ഫിബ് റേഞ്ച് എടുത്തിട്ട് ഈ ഹൈന്ന് ഈ ലോ വരെ വരയ്ക്കുക. ഓക്കെ, അപ്പോൾ കണ്ടോ 0.58 ഈ റേഞ്ച് 0.5 ആൻഡ് 0.618 ആ ഫെയർ വാല്യൂ ഗ്യാപ്പ് വന്നത് കറക്റ്റ് ആ റേഞ്ചിലാണ്. അപ്പം ഇത് നമ്മുടെ എന്താണ് ഒരു റീട്രേസ്മെൻറ്റ് സോണാണ്. മാർക്കറ്റ് ഇപ്പം മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് മാർക്കറ്റ് എങ്ങോട്ട് വരും, താഴോട്ട് വീഴും. ഓക്കെ, താഴോട്ട് വീഴാണ് ഫസ്റ്റ് ടാർഗറ്റ് ചെയ്ത് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും താഴോട്ട് വീഴുകയാണെങ്കിൽ ഇവിടം വരെ വീഴും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു പ്ലാൻ. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ മാർക്കറ്റ് ഇവിടെ പോയിട്ട് താഴോട്ട് വരിക. ഓക്കെ, അതല്ല മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിൽ വീണ് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യാം, മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്, എന്നിട്ട് താഴോട്ട് ട്രേഡ് ചെയ്യാം. അത് 24,000 താഴെ മാർക്കറ്റ് വീഴുന്നെങ്കിലും ബൗൺസ് ട്രേഡ് ചെയ്യേണ്ട. മുകളിലോട്ട് കയറിയിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് 24,000 റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വീഴുന്ന ട്രേഡ് ചെയ്യുക. 24,000 താഴെയാണ് മാർക്കറ്റ് വീഴുന്നെങ്കിൽ 24,000 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് സെല്ല് ചെയ്ത മാതിരി ഇവിടുന്ന് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇവിടുന്ന് ചെയ്യാം. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിലും സെയിം തന്നെ ഈ റേഞ്ചിൽ മാർക്കറ്റ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ട് സെല്ല് ചെയ്യാം. ഓക്കെ, അപ്പ് ട്രെൻഡിൽ മുകളിലോട്ട് ട്രേഡ് ചെയ്യണമെങ്കിലോ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ക്ലോസ് ബ്രേക്ക് ചെയ്തിട്ട് നാളെ ഈ ഒരു ഏരിയ ഒക്കെ നമുക്ക് നാളെ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയയുടെ മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്ത് സപ്പോർട്ട് ആക്ട് ചെയ്യണം. നമുക്ക് ഇത്രയും ദൂരം ഉള്ളൂ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് പിന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. ബട്ട് നമുക്കൊരു ഷോർട്ട് സ്കാൽപ്പ് ട്രേഡൊക്കെ ഇവിടുന്ന് ഇവിടം വരെ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ ഇവിടുന്ന് മുകളിൽ
നല്ല ബുള്ളിഷിലും പോവുകയാണെങ്കിൽ ഇവിടുന്ന് ഇവിടം വരെയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ SL ട്രയൽ ചെയ്യുക, മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യും. ഓക്കെ, സോ നാളത്തെ നമ്മുടെ മന്ത്രം വെക്കേണ്ടത് സെൽ ഓൺ ദ റൈസ് ആണ് ഇപ്പോൾ കറൻ്റ്ലി. കാരണം ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ടും മാർക്കറ്റിൻ്റെ കണ്ടീഷൻ മോശമായതുകൊണ്ടും ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്കൗട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സെൽ ഓൺ ദ റൈസ്, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ് സെൽ ഓൺ ദ റൈസ്, അല്ലെങ്കിൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഇതറിയാം നമ്മൾ ഫോർ അവറിൽ വരച്ച ട്രെൻഡ് ലൈനാണ്. അപ്പോൾ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആണ്. സോ ഇതിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ ട്രേഡ് അപ്പ് ടു ഹിയർ. ഓക്കെ, സോ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നാളെ സെൻസസിൻ്റെ എക്സ്പയറി ഡേയും കൂടെയാണ്. സോ നമുക്ക് 0 to ഹീറോ ട്രേഡ് ചെയ്യാം. എപ്പം 3 മണിക്ക്. ഓക്കെ, സോ നാളെ സ്റ്റുഡൻസ് വി റെഡി ഫോർ 0 to ഹീറോ ട്രേഡ് 3 o'clock. സ്ട്രാറ്റജി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ നാളെ മാർക്കറ്റിൽ കാണാം. സോ ബൈ, ഗുഡ് നൈറ്റ്.